നമസ്കാരം. കേരളം കടക്കിണിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പലപ്പോഴും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവില്ല. എന്താണ് യാഥാർത്ഥ്യം? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കടത്തിൻ്റെ കാര്യത്തിൽ കേരളം 9ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ കടം 8.3 ലക്ഷം കോടിയുള്ള തമിഴ്നാടാണ്. 9ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് 4.2 ലക്ഷം കോടിയാണ്. അതുമാത്രമല്ല, 2016 നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 5,60,000 കോടി രൂപയായിരുന്നു. 2025 എത്തി നിൽക്കുമ്പോൾ 13,11,000 കോടി രൂപയായിട്ട് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചു. മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനമാണ്. 1,48,000 രൂപയുണ്ടായിരുന്ന പ്രതിശീർഷ വരുമാനം ഇപ്പോഴത് 2,28,000 രൂപയായിട്ട് വർദ്ധിച്ചു. സ്വാഭാവികമായും കടമെടുക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന് അനുവാദമില്ലാതെ ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയില്ല. കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് തിരിച്ചടക്കാനുള്ള അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലല്ലേ കടം കൊടുക്കൂ. അതൊരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലളിത യുക്തി വെച്ച് ചിന്തിച്ച് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. മാത്രമല്ല, പൊതുകടവും നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം തമ്മിലുള്ള അനുപാതം 34% ഉണ്ടായിരുന്നത് ഇപ്പോഴത് നേരത്തെ 38% ഉണ്ടായിരുന്നു, ഇപ്പോൾ 34% കുറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ചിലവുകൾ, സംസ്ഥാനത്തിൻ്റെ ചിലവ് മുൻപത് 70% കേരളമാണ് വഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് അതിൻ്റെ 75% കേരളം വഹിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല എന്നതുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ ഇന്ത്യയുടെ പൊതുകടം എന്ന് പറയുന്നത് 53.11 ലക്ഷം കോടിയായിരുന്നതെങ്കിൽ ഇപ്പോഴത് 205 ലക്ഷം കോടിയായി വർദ്ധിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ കടം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രചരണത്തെ നമ്മൾ ഇതിൻ്റെ ശരിയായ രീതിയിൽ